വാർത്തകളിലേക്ക് വിശദമായി. ബാർക്കോഴ കേസിൽ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും ആവശ്യപ്പെട്ടു. കോഴയാരോപണത്തെക്കുറിച്ചല്ല, ഓഡിയോ ചോർന്നതിനെക്കുറിച്ചാണ് അന്വേഷണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. മന്ത്രിമാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും മദ്യനയത്തിൽ കൂടിയാലോചനകൾ നടന്നതുമായി ബന്ധപ്പെട്ട ബാർ ഉടമകൾ പങ്കെടുത്ത ചർച്ചയുടെ ലിങ്ക് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ബാർക്കോഴ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും എക്സൈസ് ടൂറിസം വകുപ്പ് മന്ത്രിമാർ അറിയാതെ ബാർക്കോഴ അഴിമതിയിൽ നയംമാറ്റം നടക്കില്ലെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അഴിമതിയിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്നും വി മുരളീധരൻ ആരോപിച്ചു. ടൂറിസം എക്സൈസ് മന്ത്രിമാർ ഇവരറിയാതെ ഈ തരത്തിലുള്ള ഒരു നയം മാറ്റം നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ്, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ അഴിമതി ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില തൊടുന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പകരം ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. ബാർക്കോഴ ആരോപണത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മന്ത്രിമാരായ എം ബി രാജേഷും മുഹമ്മദ് റിയാസും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. എക്സൈസ് വകുപ്പിന്റെ ചുമതലയുള്ള എം ബി രാജേഷും ടൂറിസത്തിന്റെ പർപ്പസിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയ മുഹമ്മദ് റിയാസും രണ്ടുപേരെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടു. ശക്തമായുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ലെങ്കിൽ ശക്തമായുള്ള സമരം നിയമസഭ പത്താതി കൂടുകയാണ്. അകത്തും പുറത്തും ശക്തമായുള്ള സമരം ഉണ്ടാവും. എക്കാലത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യമല്ല. മന്ത്രിമാരുടെ വിദേശയാത്ര സ്പോൺസർ ചെയ്യുന്നത് ബാർ മുതലാളിമാരാണോ എന്നും കെ മുരളീധരൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.